ഹലോ, എല്ലാവർക്കും ഞാനീസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പീകോക്ക് ഫേണിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പീകോക്ക് ഫേൺ നമുക്ക് കുറച്ചധികം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വലിയ പ്ലാന്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ 80 രൂപയുടെ പ്ലാന്റ്സുകളാണ്, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സുകളാണ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത്. കേരളത്തിലാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് സ്പീഡ് പോസ്റ്റും. അപ്പോൾ കേരളത്തിലാണെങ്കിൽ 70 രൂപയാണ് കൊറിയർ ചാർജ്. നിങ്ങൾക്ക് വേറെ പ്ലാൻസുകളും അതിൻ്റെ കൂടെ തന്നെ വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാൻസുകൾ 70 രൂപയ്ക്ക് അയക്കാൻ പറ്റും. പിന്നെ നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ തൃശ്ശൂർ കൊടകരയാണ് കേട്ടോ സ്ഥലം. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസുകളൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഞാൻ എല്ലാ ചട്ടികളിലും ഇത് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൊളോക്കേഷ്യയുടെ ചട്ടികളാണ്. കൊളോക്കേഷ്യയുടെ എല്ലാ ചട്ടികളിലും ഞാനിതിൻ്റെ ലീഫ് ഇട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് സെയിലായി കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് വലുതായി വരും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇതിന് ഇടാറുള്ളൂ. പിന്നെ കൊക്കോപ്പീറ്റും മണലും വെച്ചത് നടാവുന്നതാണ്. പിന്നെ വെള്ളം വേണം, എന്നും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ചുരുണ്ട് വരും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിവർന്ന് വരും, പക്ഷേ കളർ പോവും. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ്, മഴയത്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കളറ് ഇല്ലാത്തത്. പിന്നെ ഇതുപോലെയുള്ള ലീഫ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലീഫ് വേണമെങ്കിൽ വെറുതെ കുത്തി കൊടുത്താലും ഇതിന് റൂട്ട് വരും, ഒരു തൈ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലീഫ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒറ്റ തൈ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് ആ കുത്തി കൊടുക്കുമ്പോൾ ആദ്യമൊന്നും ഒരു തൈ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ലീഫ് വെറുതെ എടുത്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ തൈകൾ ഉണ്ടാവും കേട്ടോ ഒരു ലീഫിൽ നിന്ന് തന്നെ. പിന്നെ അധികം വെള്ളം പാടില്ല. അതായത് ഇപ്പോൾ ഈ ചില തൊട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് ചീഞ്ഞു പോവുള്ളൂ. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടികളിൽ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരുവിധം എല്ലാ ചെടികളിലെ ചട്ടികളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണുള്ള ചട്ടികളിൽ മുഴുവനും ഞാൻ ഈ പീകോക്ക് ഫേൺ ഇലയിട്ടിട്ട് മുളച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഇലയുടെ തുമ്പത്തുനിന്ന് തൈകൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. നിറച്ചുണ്ടാവും. നമുക്ക് ഓരോ തൈകൾ എടുക്കുമ്പോഴേക്കും അടുത്ത തൈകൾ മുളച്ച് വരും. അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിനി ഇടുന്ന വീഡിയോ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊന്നും സാധിക്കാഞ്ഞത് മഴ കാരണമാണ് കേട്ടോ. മഴയും പിന്നെ ഓർഡർ എടുക്കലും പാക്കിങ്ങും എല്ലാം കൂടി ആകെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് റിപ്ലൈ തന്നെ കൊടുക്കാൻ നേരില്ല. കണ്ടോ, ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. അപ്പോൾ അതാണ് അതിൻ്റെ ലീഫൊക്കെ ഉണ്ടാവുക നാശമായിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും കെട്ടി നിൽക്കാണ്ട് ഇങ്ങനെ വെറുതെ ചട്ടിയിലിട്ട് കൊടുക്കുക. ഇത്തിരി മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ 80 രൂപയുടെ ഒരു തൈ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് വന്ന് പ്രൊപ്പഗേഷൻ ചെയ്ത് ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് തണലത്ത് വെക്കണം. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പീകോക്കിൻ്റെ കളർ വരും കേട്ടോ. അതല്ല അത് വെയിലത്താണ് വെക്കണേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് പച്ചയായിട്ടിരിക്കും. അപ്പോൾ തണലത്ത് വെക്കുമ്പോഴാണ് ഇതിന് കളറ് നല്ല പീകോക്കിൻ്റെ കളർ വരിക. പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുവിധം എല്ലാ പ്ലാന്റ്സുകളും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നറുക്കെടുപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഗിവ് അവേയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഒരു 50 കമൻറ്റ് ആയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതിനും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ. ഗിഫ്റ്റ് എന്താണെന്ന് ഇതിലിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നറുക്കെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് പറയാം. അപ്പോൾ അതിൻ്റെ 50 കമൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അഗ്ലോണിമി ആയിരുന്നു ഗിഫ്റ്റ്, റെഡ് പനാമ. അപ്പോൾ അത് നറുക്കെടുപ്പിലൂടെ നമ്മൾ ആളെ തിരഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അതിന് ഒരു 50 കമൻ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. നമുക്ക് കുറച്ചായാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോയ്ക്ക്. പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റുകൾ 50 രൂപ മുതലുള്ള എല്ലാ ചെടികളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കോംബോയും ഒരുവിധം എല്ലാ വെറൈറ്റി പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അഗ്ലോണിമിൻ സീഡ്ലിങ്സും അവൈലബിൾ ആണ്. ഫിലോഡൻഡ്രത്തിൻ്റെ സീഡ്ലിങ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കേട്ടോ ഇതൊക്കെ കൊളോക്കേഷ്യകളാണ് കേട്ടോ. മൊജിറ്റോ, വൈറ്റ് ലാവ, ബ്ലാക്ക് മാജിക്, പിന്നെ ലൈം ലെമൺ ചെക്കോ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കൊളോക്കേഷ്യകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം
സെയിലിന് ഓരോന്നോരോന്നായിട്ട് സെയിൽ പോസ്റ്റ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ വെറൈറ്റിയും ചെറിയ റേറ്റിൻ്റെയും വലിയ റേറ്റിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റുകൾ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് വാട്സപ്പിലൊന്ന് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൊറിയർ അയക്കും കേട്ടോ. അങ്ങനെ കണ്ടോ, ഇതാണ് നമ്മൾ പീക്കോക്ക് ഫേണിൻ്റെ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്നത്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. നമ്മൾ കൊക്കോപീറ്റും മണ്ണൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നടുക. റൂട്ടായതിന് ശേഷം മാത്രം അയച്ചു കൊടുക്കുള്ളൂ കേട്ടോ. റൂട്ടായ പ്ലാന്റുകളാണ് അതിൽ വെച്ചേക്കണേ. പിന്നെ അത് നിറയെ റൂട്ടായി നല്ല ഹെൽത്തി ആയതിന് ശേഷമാണ് അയച്ചു കൊടുക്കുക. പിന്നെ ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പോട്ടിൽ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അതല്ല മറ്റുള്ള പ്ലാന്റുകളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് പോട്ടായിട്ടാണ് അയക്കുക. പക്ഷേ അതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ പോട്ടി മിക്സൊക്കെ വെച്ച് റൂട്ടൊക്കെ നല്ല റൂട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ അയക്കുള്ളൂ കേട്ടോ. പിന്നെ നല്ല മഴയായതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ സാധിച്ചില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കൊരുവിധം എല്ലാ പ്ലാന്റുകളും അഗ്ലോണിമകളും ഫിലോഡൻഡ്രങ്ങളും അലോക്കേഷ്യകളും കലേഡിയങ്ങളും ഹോയയും അങ്ങനെ ഒരുവിധം എല്ലാ അഡീനിയങ്ങളും ഒക്കെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും സെയിലിന് ഇടും. പക്ഷെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടാനൊന്നും നേരമില്ല. നമ്മൾ സെയിൽ പോസ്റ്റാണ് വാട്സപ്പ് വഴിയാണ് ചെയ്യണത് കേട്ടോ. ഇനി തൊട്ട് യൂട്യൂബിലും സെയിൽ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നുണ്ട്. പക്ഷേ നമുക്ക് വ്യൂസൊക്കെ കൂടിയാൽ മാത്രമേ അതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓർഡറുകളൊന്നും കിട്ടണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.